ഹായ്, എൻ്റെ പേര് ലീനൂസ് വലസ്കൻ. ഞാൻ നാട്ടിൽ തിരുവനന്തപുരം പൂവാർ സ്വദേശിയാണ്. ഞാനിവിടെ UK എത്തിയിട്ട് 3.5 വർഷത്തിലേറെയായി. മാസ്റ്റേഴ്സ് ചെയ്യാനാണ് വന്നത്. MSc ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിത്ത് അഡ്വാൻസ് പ്രാക്ടീസ്. നോർത്തംബ്ര യൂണിവേഴ്സിറ്റി ലണ്ടൻ ക്യാമ്പസാണ്. ഞങ്ങളുടെ മെയിൻ ക്യാമ്പസ് വരുന്നത് ഇംഗ്ലണ്ടിലാണ്, ന്യൂകാസ്റ്റിൽ. ജാനുവരി 18-ാം തീയതിയാണ് ഞാൻ UK എത്തിയത്. സ്റ്റേ ചെയ്തത് വന്ന സമയത്ത് വൈറ്റ്ചാപ്പലിലായിരുന്നു. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ലൈഫിലെ പാർട്ട് ടൈം ജോബാണ്. ഒരു 2 മാസത്തോളം എനിക്ക് ജോലി ഇല്ലായിരുന്നു. ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് എനിക്ക് ജോലി ആയത്. ഫസ്റ്റ് ഒരു 2-3 ആഴ്ച എനിക്ക് എൻ്റെ BRP കളക്ട് ചെയ്യണമായിരുന്നു. വന്ന സമയത്ത് BRP, നാഷണൽ ഇൻഷുറൻസ് നമ്പർ, ഷെയർ കോഡ്, ലോയിഡ്സ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങണമായിരുന്നു. അങ്ങനെ ഒരു 2-3 ആഴ്ച അങ്ങനെ പോയി. അതിനുശേഷം ഞാൻ പിന്നെ കുറച്ച് എൻ്റെ നല്ലൊരു CV ഒക്കെ തയ്യാറാക്കി കോപ്പിയൊക്കെ എടുത്തിട്ട് ലണ്ടനിലുള്ള ഓൾമോസ്റ്റ് റെസ്റ്റോറൻറ്റുകളിലും പബ്ബിലും മാക്സിമം ഞാൻ എൻ്റെ CVയും കൊടുത്തു. എല്ലാ റെസ്റ്റോറൻറ്റുകളിലും കയറി ഇറങ്ങി ജോലി അന്വേഷിച്ചു. അപ്പോൾ പാർട്ട് ടൈം ജോബ് എന്ന് പറയുമ്പോൾ തന്നെ ചില മാനേജേഴ്സൊക്കെ പറയുന്നത് നോ പാർട്ട് ടൈം ജോബ്. പിന്നെ ചില സ്ഥലങ്ങളിൽ പറയുന്നത് യു ക്യാൻ അപ്ലൈ ഓൺ ദ ഓൺലൈൻ, ഇൻഡീഡ് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ധൈര്യം കൈവിട്ടില്ല. മാക്സിമം എല്ലാ റെസ്റ്റോറൻറ്റുകളിലും പബ്ബിലും കയറി ഇറങ്ങി അന്വേഷിച്ചു. അപ്പോഴാണ് എനിക്ക് ടവർ ബ്രിഡ്ജിൻ്റെ അടുത്തായിട്ട് ഒരു അർജൻറ്റീനൻ റെസ്റ്റോറൻറ്റ്, ഒരു കുഞ്ഞു റെസ്റ്റോറൻറ്റ്, ഒരു 40-45 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാ റെസ്റ്റോറൻറ്റും കയറി ഇറങ്ങി ജോലി അന്വേഷിച്ചു. കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് ഞാൻ അവനോട് പറഞ്ഞേടാ നമുക്ക് ഇതിലൂടെ ഒന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെ കയറിയപ്പോൾ അവിടുത്തെ മാനേജർ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചത്. പുള്ളി പറഞ്ഞു, ഇപ്പോൾ ഷെഫ് നാളെ വരുള്ളൂ, നിങ്ങൾ നമ്പർ തന്നിട്ട് പോകും, ഷെഫ് വന്നിരുമ്പോൾ ഷെഫിനോട് പറഞ്ഞിട്ട് നിങ്ങളെ വിളിക്കാൻ പറയാമെന്ന് പറഞ്ഞു. വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പുള്ളി സംസാരിച്ചത്. മാനേജർ സ്പാനിഷ് ആയിരുന്നു, സ്പെയിനിലുള്ള. ഓക്കെ, എന്നിട്ട് ഞങ്ങൾ പോയി പിറ്റേ ദിവസം ക്ലാസ് ഇരുന്ന സമയത്ത് ഒരു 3-3:15 ആയപ്പോൾ എനിക്ക് ഒരു കോൾ വന്നിട്ട് പറഞ്ഞ് ലീനൂസ് ആണോ എന്ന് ചോദിച്ചു. ഞാൻ ഇന്നലെ നമ്മൾ സംസാരിച്ചായിരുന്നു, മാനേജറാണ് ഇന്ന റെസ്റ്റോറൻറ്റിൽ, ഒന്ന് വരാൻ പറ്റുമെന്ന് ചോദിച്ചു, ഷെഫ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് ഞങ്ങൾക്ക് ട്രയൽ പോലും അടിച്ചില്ല. ഷെഫ് ഫിലിപ്പിയനായിരുന്നു, വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഷെഫ് സംസാരിച്ചത്. ട്രയൽ പോലും അടിക്കാതെ എൻ്റെ ഫ്രണ്ടിനെ ജോലിയിൽ കയറാൻ പറഞ്ഞു. ഇതുപോലെ സന്തോഷം എനിക്ക് കിട്ടിയില്ല. 3.5 വർഷത്തോളമായി ഇപ്പോഴും ആ റെസ്റ്റോറൻറ്റിലാണ് ജോലി ചെയ്യുന്നത്. കിച്ചൺ പോർട്ടറായിട്ട് കയറി ഇപ്പോൾ കിച്ചൺ അസിസ്റ്റൻ്റാണ്. എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, UK വന്നിട്ട് പാർട്ട് ടൈം ജോബ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് റൂമിലിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിനോട് എനിക്ക് പറയാനുള്ളത്, മാക്സിമം നിങ്ങൾ അന്വേഷിക്കുക, ജോലി കിട്ടുക തന്നെ ചെയ്യും. പിന്നെ വരുന്നത് എൻ്റെ ക്ലാസ്സാണ്. ക്ലാസ് വീക്കിലി 2 ദിവസമാണ് വരുന്നത്. ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയാണ് ക്ലാസ് വരുന്നത്. ഒരു 5-6 മാസത്തോളം അങ്ങനെയായിരുന്നു ക്ലാസ്. പിന്നെ എനിക്ക് ഫസ്റ്റ് സമ്മർ വെക്കേഷൻ കിട്ടി. ആ ടൈം ഞാൻ ഫുൾ ടൈം ജോലി ചെയ്തു. അതിനുശേഷം പിന്നെ ഒരു 5-6 മാസം ബുധനാഴ്ചയും വെള്ളിയാഴ്ചയായിരുന്നു ക്ലാസ്. ആ ഒരു 6-7 മാസത്തോളം അങ്ങനെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ 2024 കഴിഞ്ഞപ്പോൾ എനിക്ക് അഡ്വാൻസ് പ്രാക്ടീസ്, ഒരു 5-6 മാസം അഡ്വാൻസ് പ്രാക്ടീസ്, പിന്നെ അടുത്ത വെക്കേഷൻ വന്നു, പിന്നെ ഡെസർട്ടേഷൻ. ഇങ്ങനെയാണ് ക്ലാസ്സിൻ്റെ ഇത് വരുന്നത്. അടുത്ത പേയ്മെൻ്റ് എന്ന് പറയുന്നത് 2023 ഞാൻ ജോലിക്ക് കയറിയ സമയത്ത് എൻ്റെ ബേസിക് പേ എന്ന് പറയുന്നത് 10 പോയിൻറ്റ് സംതിങ് ആണ്. 10.1 ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്, പക്ഷേ 10 പോയിൻ്റ് ആണ്. ഇപ്പോൾ ബേസിക് പേ എന്ന് പറയുന്നത് 12.71 ആണ്. അപ്പോൾ 10 പോയിൻറ്റ് സംതിങ് ആയിരുന്ന സമയത്ത് എനിക്ക് വീക്കിലി 20 hours ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മാസം എനിക്ക് കിട്ടുന്നത് ഒരു 1100-1000 അങ്ങനെ കിട്ടും. സർവീസ് ചാർജ് ഒക്കെ കൂട്ടിയിട്ട് 40 hours ചെയ്യുന്ന സമയത്താണെങ്കിൽ, അതായത് ഫുൾ ടൈം ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒരു 1700, 1800, 1900 ഒക്കെ വീഴും. ഇതാണ് പേയ്മെൻറ്റ് വരുന്നത്. അതിൽ 350-400 നമ്മളുടെ റെൻറ്റ്, പിന്നെ വീട്ടിൽ ഒരു കുറച്ച് പൈസ അയക്കും, ഒരു 50-60,000 ഒക്കെ വീട്ടിൽ അങ്ങ് അയക്കും. പിന്നെ ബാക്കി നമ്മളുടെ ചിലവ് അങ്ങനെ കഴിഞ്ഞു പോകും. ഇതൊക്കെയാണ് എൻ്റെ പേയ്മെൻറ്റും പിന്നെ എൻ്റെ റൂം റെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. എൻ്റെ ലൈഫിൽ സംഭവിച്ചതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു അർജൻറ്റീന റെസ്റ്റോറൻറ്റിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം എനിക്ക് ഒരു 3-4 ദിവസം എനിക്ക് ഷിഫ്റ്റ് ഇടും എൻ്റെ റെസ്റ്റോറൻറ്റിൽ. ബാക്കി വരുന്ന ഒരു 2-3 ദിവസം ഉണ്ടല്ലോ. അപ്പോൾ ആ 2-3 ദിവസം എന്തുകൊണ്ട് അടുത്ത ജോലി അന്വേഷിച്ചുകൂടാ എന്ന് എൻ്റെ മൈൻഡിൽ വന്നായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഒരു നമ്പർ തന്നത്, ഒരു പബ്ബെന്ന് വെച്ച് കഴിഞ്ഞിരുന്ന ഒരു വലിയൊരു പബ്ബാണ്, പേര് ഞാൻ പറയുന്നില്ല. അത് കറക്റ്റ് വരുന്നത് കാർണബി സ്ട്രീറ്റിലാണ്. ആ പബ്ബിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട് നമ്പർ തന്നു. ഞാൻ അവിടെ ഉള്ള മാനേജറിനെ വിളിച്ചു. അപ്പോൾ മാനേജർ എന്നോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചു. ഞാനിങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ അവിടെ വിസയിലാണ്, PSWയിലാണ്.
ജോലി അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ട്രയലിന് വരാൻ പറഞ്ഞു. ട്രയലിന് പോയി, എനിക്ക് ജോലി കിട്ടി. അപ്പോൾ അവർ പറഞ്ഞത് നൈറ്റാണ് ഇവിടെ ഷിഫ്റ്റ് വരുന്നത്, വീക്ക്ലി 3 ദിവസമാണ്. അപ്പോൾ ഏതൊക്കെ ദിവസമാണെന്ന് ചോദിച്ചപ്പോൾ ഇന്ന ദിവസങ്ങളാണ് ഷിഫ്റ്റ് വരുന്നത്. അപ്പോൾ നൈറ്റ് രാത്രി 10 മണി മുതൽ അതിരാവിലെ 3 മണി വരെയാണ്. പബ്ബിൽ നമ്മൾ ഡ്രിങ്ക്സ് സർവീസ് ചെയ്യണം, ടേബിൾ ക്ലീൻ ചെയ്യണം, ഇങ്ങനത്തെ ജോലിയാണ്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് ഞാൻ എൻ്റെ റെസ്റ്റോറൻറ്റിൽ ആ ദിവസങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിലാണ് ഷിഫ്റ്റ് എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു 6-7 മാസത്തോളം അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഇവർക്ക് എന്തോ ഡൗട്ട് തട്ടി. അതായത് എൻ്റെ പബ്ബിൽ ജോലി ചെയ്യുന്ന മാനേജേഴ്സിന് ഡൗട്ട് തട്ടി. ആരോ പറഞ്ഞു കൊടുത്തെന്ന് തോന്നുന്നു, എനിക്കതറിയില്ല. എനിക്ക് വേറൊരു ജോലി ഉണ്ടെന്ന്. പിന്നെ അവർ എൻ്റെ കാര്യത്തിൽ കുറച്ച് കർശന നിലപാടൊക്കെ എടുത്തു. ഞാൻ ഇപ്പോൾ ഒരു 5 മിനിറ്റ് ലേറ്റ് ആയാലും 2 മിനിറ്റ് ലേറ്റ് ആയാലും എന്നെ വഴക്ക് പറയും. പിന്നെ എൻ്റെ സർവീസിങ് ഓക്കെ അല്ലെന്ന് പറയും. കാരണം അവർക്ക് ഞാൻ ഓക്കെ ആണെന്ന് എനിക്കും അറിയാതെ അവർക്കും അറിയാം. പക്ഷേ 2 ജോലി ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമല്ല. എൻ്റെ പബ്ബിലുള്ള മാനേജേഴ്സിനൊന്നും അതവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവർ അത് മനസ്സിലാക്കിയിട്ട് എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്താക്കണം. അങ്ങനെ ചെറിയ മിസ്റ്റേക്കിനൊക്കെ അവർ എനിക്ക് വാണിംഗ് തരാൻ തുടങ്ങി. വാണിംഗ് തന്നു. പിന്നെ എനിക്ക് പ്രൊബേഷൻ പീരീഡ് ഇട്ടു. ആ പ്രൊബേഷൻ പീരീഡിലും മാക്സിമം അവർ ഒരു 3 മാസത്തോളം എന്നെ വാച്ച് ചെയ്തു. ഞാനിങ്ങനെ ലേറ്റായി വരുന്നു എന്ന് പറഞ്ഞിട്ട് അവരെന്നെ പുറത്താക്കി. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിരുന്നാൽ, നിങ്ങൾ 2 സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ, ഇപ്പോൾ UK നിൽക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, 2 സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ, NI ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഇന്ന സ്ഥലത്താണ് ഞാൻ ജോലി ചെയ്യുന്നത്, ഇന്ന സ്ഥലത്ത് ഞാൻ ജോലി ചെയ്യുന്നുണ്ടെന്ന് 2 റെസ്റ്റോറൻറ്റുകളിലും പറയരുത്. മാക്സിമം പറയാതെ മനസ്സിൽ തന്നെ അങ്ങ് കൊണ്ട് നടന്നിട്ട് ജോലി ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. UK സ്റ്റുഡൻസിനോടും ഫുൾ ടൈം ചെയ്യുന്നവരോടും. സ്റ്റുഡൻസ് എന്തായാലും അവർക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഫുൾ ടൈമായിട്ട് ജോലി ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യമാണ്.